അമ്മ പാപ്പ കഴിക്കട്ടെ. അമ്മ പാപ്പ കഴിക്കട്ടെ. അമ്മ പാപ്പ കഴിക്കട്ടെ. ഹലോ, ഹായ്, വെൽക്കം ടു അമൂസ് ഓൾ ഇൻ വൺ. ഇന്നൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒരു വ്ളോഗാണ് കേട്ടോ, ഒരു മിനി വ്ളോഗ്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ വെറും വയറ്റിൽ ചിയാസീഡൊക്കെ ഇട്ട് കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാനത് പരീക്ഷിച്ചിരുന്നു. പിന്നെ ഭാവിക്ക് വയറിളക്കമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനങ്ങ് നിർത്തി, ബിക്കോസ് ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിക്കും രാവിലെ. അത് റിപ്പീറ്റഡായിട്ട് ചൂടാക്കി ഉപയോഗിക്കില്ലേ, അത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഫസ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുടിക്കില്ല, എനിക്കങ്ങനെ മസ്റ്റൊന്നുമില്ല കേട്ടോ. പിന്നീട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇടിയപ്പവും കിഴങ്ങറിയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ അത് 3 എടുത്തിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പത്തിനോട് ഏത് കറിയായാലും കൂടെ കഴിച്ചോളും. അല്ലൂസും ആരൂസും നല്ല കാമായിരിക്കുന്ന ടൈമിൽ ഫുഡൊക്കെ കഴിക്കണമെന്ന് കരുതി നല്ല നമുക്ക് ആസ്വദിച്ച് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല കേട്ടോ. എന്താ വേണം ഇങ്ങനെയാണ് കഴിക്കുമ്പോൾ ഇവരെല്ലാരും കൂടി ഇടയ്ക്ക് കയറി വരും. ശരി, ഒരു 10 മണി 11 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും വീണ്ടും വിശപ്പ് തുടങ്ങി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ഓറഞ്ച് കഴിക്കാമെന്ന്. ഓരോ ഓറഞ്ചല്ല ഞാൻ ശരിക്കും പൊളിച്ചത്, 2-3 ഓറഞ്ച് ഞാൻ പൊളിച്ചു. ബാക്കിയെല്ലാം കേടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു ഫൈനലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ലഞ്ച് ആയപ്പോഴത്തേക്കും ഇലിമ്പിപ്പുളി അച്ചാറുണ്ടായിരുന്നു. പിന്നീട് ബീട്രൂട്ട് മെഴുക്കുവരട്ടി, കപ്പയ്ക്ക തോരൻ, അതായത് പപ്പായ, പിന്നെ മീൻകറി, പിന്നെ കുറച്ച് തൈരൊക്കെ ചേർത്തിട്ടുള്ളൊരു സലാഡായിരുന്നു. എനിക്ക് ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാനപ്പോൾ അത് തന്നെയാണ് ആരൂസിന്. അപ്പം മുളകിടാതെ വെച്ച് കഴിഞ്ഞാൽ ആരൂസും കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ട്രൈ ചെയ്തു. അങ്ങനെ ചോറെല്ലാം അകത്താക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്കും ആരൂസ് അവിടെ നിന്നുകൊണ്ട് എനിക്ക് കോള് വരുന്നുണ്ട്. അവിടെ എവിടെയോ നിപ്പുണ്ട്. കുർത്തക്കേട് ചെയ്തിട്ട് ഓടി വന്ന് പിന്നെ ചാടി കയറി മണ്ടയിലിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാൻ തുടങ്ങി. ഉച്ചത്തെ ലഞ്ചൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു മധുരം കഴിക്കണമെന്നാണല്ലോ, അങ്ങനെയാണല്ലോ വെപ്പ്. അപ്പോഴത്തേക്കും ഫ്രിഡ്ജിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും മുട്ടായി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ളത് കുറച്ച് ചോക്കോ ചിപ്സ് ആയിരുന്നു. അങ്ങനെ അത് കൈ തട്ടിയിട്ട് കുറച്ച് വായിലിട്ട് അല്ലെങ്കിൽ ചിറക്കുന്നുണ്ട്. കൊച്ചു പിള്ളേരുടെ പരിപാടിയാണെന്ന് വിചാരിക്കരുത്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ. അങ്ങനെ കുറച്ച് ആരൂസിനും പറക്കി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് തണ്ണിമത്തം കഴിക്കാമെന്ന് കരുതി, ഞാനും ആരൂസും കൂടി. ആരൂസ് ഇടയ്ക്ക് അടങ്ങിയിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കുഞ്ഞിന് ഇതുപോലെ കൊടുക്കാറുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഞാനും കഴിക്കാമെന്ന് കരുതി. അതിനിടയ്ക്ക് ആരൂസ് അരി മുട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കണ്ണ് തപ്പിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വയലോട്ട് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ ഞാനത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ആരൂസിനാണെങ്കിൽ ഇതിൻ്റെ അരി മതി, തണ്ണിമത്തന് ഇഷ്ടമല്ല. ആ ഒരു മധുരമുള്ള പോർഷൻ ആരൂസ് കഴിക്കുകയില്ല. അല്ലൂസും അതുപോലെ തന്നെയാണ്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വായിക്കാത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, കളിപ്പിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു 3 മണി 4 മണി ആ ഒരു റേഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും ചായ കുടിക്കാൻ നിർത്തി. ചായയും കുറച്ച് പക്കാവടയും ഉണ്ടായിരുന്നു. വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും അല്ലും ആദ്യം ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചായയും കുടിച്ചു, പക്കാവടയൊക്കെ കഴിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു. ആദ്യത്തെ കുറുക്കൊക്കെ കുടിച്ച് ഞങ്ങൾ വേഗത്തൊക്കെ ആക്കി ഇരിക്കുകയാണ്. അപ്പോൾ ബാലൻസ് കുറുക്കുണ്ട്, കാണാമോ? യെസ്, അപ്പോൾ ഇതുണ്ട്. ഇത് ഞാനും കുടിക്കാൻ പോകുന്നു. വാട്ടയിറ്റിൻ്റെ ഇടയ്ക്ക് കൂടുതൽ കുറുക്കാണുള്ളത്, അപ്പം അത് കുടിക്കട്ടെ. ആരൂസിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന എല്ലാ കുറുക്കൊന്നും ഞാൻ കുടിക്കത്തില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന മാത്രമേ കുടിക്കത്തുള്ളൂ. ചിലതൊന്നും എനിക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല. അതെങ്ങനെയാണ് കുഞ്ഞ് കഴിക്കുന്നതെന്തോ. അങ്ങനെ പിന്നെ ആ കുറുക്കൊക്കെ കുടിച്ചു. പിന്നെ വൈകുന്നേരം കുളിച്ചൊക്കെ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കും പിന്നീട് വിശപ്പായപ്പോഴത്തേക്കും ഒരു മുട്ട ഓംപ്ലേറ്റ് ചെയ്തും കഴിക്കാമെന്ന് കരുതി. ബുൾസൈ, അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാലൻസ് ഇരുന്ന് തണ്ണിമത്തനുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ജ്യൂസ് അടിച്ചു. ആ കൂട്ടത്തിൽ ഞാനൊരു ഗ്ലാസ് എടുത്തു. അങ്ങനെ വന്നു ജ്യൂസ് കുടിക്കുന്നുണ്ട്. നല്ല തണുത്ത ജ്യൂസായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പപ്പ 2 മുട്ടായി കൊണ്ടുവന്നു, അല്ലൂനും ആരൂനും വേണ്ടിയിട്ട്. അതിലൊരു മുട്ടായി ഞങ്ങൾ എടുക്കും, ആരൂന് മുട്ടായി കൊടുക്കാറില്ല. അങ്ങനെ പിന്നെ രാത്രിയിലേക്കുള്ള ഡിന്നറാണ് കേട്ടോ. എന്നാലും സ്പെഷ്യലായിട്ട് നമ്മളിന്ന് കൂരവിൻ്റെ പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം കൂരവിൻ്റെ പുട്ടിനകത്ത് തന്നെ അതിൽ തന്നെ ഏത്തക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ അരിഞ്ഞിട്ടു ഒരു വെറൈറ്റിക്ക്. അപ്പം പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടാണ് പൊടിച്ചപ്പോഴത്തേക്കും. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാനിത് പഞ്ചസാര കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പം ഇത് ഹെൽത്തിയാണ്, പക്ഷേ പഞ്ചസാര ഒഴിവാക്കിയിട്ട് കഴിച്ചാൽ കുറച്ചുകൂടി നല്ല ഹെൽത്തിയാണ്. അപ്പോഴും പിന്നെന്താ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. കമൻറ്റുകളും അറിയിക്കാം. അപ്പം ഓക്കെ, ബൈ, ടാറ്റാ, സീ യു ലേറ്റർ.